ഹലോ, അപ്പം നമുക്കിന്നൊരു സിമ്പിൾ ചീരത്തോരൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഈ ചീര ഇവിടെ ഉണ്ടായ ചീരയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ചീര എല്ലാം അരിഞ്ഞെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സവാളയും അരിഞ്ഞെടുക്കുക. പിന്നെ ഈ സവാള നമ്മൾ ഈ ചീരയിലേക്ക് ചേർക്കുക. അതിൻ്റെ കൂടെ പച്ചമുളകും ചേർക്കുക. ഈ പച്ചമുളക് ഇവിടെ ഉണ്ടായതാണ്, അതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 5-8 എണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചീരയുടെ മിക്സും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. നമ്മളപ്പോൾ ചീരയുടെ കൂടെ ചക്കക്കുരുവും കൂടി ഇടുന്നുണ്ട്. അങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചീര അവിടെ നിന്ന് വേവണ സമയം കൊണ്ട് നമുക്ക് ചക്കക്കുരു എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് വെന്ത ചീരയിലേക്ക് ഈ ചക്കക്കുരുവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരൻ റെഡി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.